ഹിന്ദു രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനായി സ്വമനസ്സാലെ സേവനം ചെയ്യുന്നവർ എന്ന അർത്ഥത്തിൽ ഈ കൂട്ടർ സ്വയം സേവകർ എന്ന് സ്വയം അഭിസംബോധന ചെയ്തു. 1927 RSSന്റെ ആദ്യ പ്രചാരക പരിശീലന ക്യാമ്പ് നടന്നു. എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം സാധു സമരത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിന്നത്? ഈ ചോദ്യം RSSന്റെ ചരിത്രത്തിന്റെ താളുകളിൽ ഇന്നും ഒരു കറുത്ത നിഴലായി തന്നെ നിലനിൽക്കുന്നു. ഹിന്ദു സംസ്കാരം, പൈതൃകം, മൂല്യങ്ങൾ എന്നിവ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക, സ്വദേശി വിദേശ സ്വാധീനങ്ങളെ എതിർത്ത് ഭാരതീയ സംസ്കാരവും ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നതും ഇവരുടെ ആശയങ്ങളുടെ ഭാഗമാണ്. സത്യകഥ എന്തെന്നാൽ അംഗങ്ങളുടെ രജിസ്ട്രേഷനോ മെമ്പർഷിപ്പോ ഒന്നും തന്നെ RSS പിന്തുടരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിയമപരമായി ഒരാൾ RSSകാരനാണെന്ന് തെളിയിക്കുക ബുദ്ധിമുട്ട് തന്നെയാണ്. 1925 ഒരു വിജയദശമി ദിനത്തിലെ ശരത്കാല സന്ധ്യയിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ നഗരത്തിലെ ഒരു ചെറിയ കൂട്ടം യുവാക്കൾ ഒരു സ്വപ്നവുമായി ഒത്തുചേർന്നു. ഹിന്ദു സമൂഹത്തിന്റെ ശക്തീകരണത്തിനായി ഒരു ഐക്യ ഭാരതം എന്ന സ്വപ്നം. ഈ സ്വപ്നത്തിന്റെ വിത്ത് പാകിയത് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ എന്ന മനുഷ്യനായിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേര് രാഷ്ട്രീയ സ്വയം സേവക് സംഘം അഥവാ RSS എന്നായിരുന്നു. തുടക്കം വിനീതമായിരുന്നു, ഒരുപക്ഷെ അല്പം നിശബ്ദവും. നാഗ്പൂരിലെ ഒരു ചെറിയ മൈതാനത്ത് കുറച്ച് യുവാക്കൾ ഒരുമിച്ച് കൂടി ശാരീരിക വ്യായാമങ്ങൾ, ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ഹിന്ദു ദേശീയ ബോധത്തിനുണർത്തുന്ന സംഭാഷണങ്ങൾ ഇവയായിരുന്നു അവരുടെ ആദ്യ പടികൾ. ഹിന്ദു രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനായി സ്വമനസ്സാലെ സേവനം ചെയ്യുന്നവർ എന്ന അർത്ഥത്തിൽ ഈ കൂട്ടർ സ്വയം സേവകർ എന്ന് സ്വയം അഭിസംബോധന ചെയ്തു. 1927 RSSന്റെ ആദ്യ പ്രചാരക പരിശീലന ക്യാമ്പ് നടന്നു. ഇതൊരു നാഴികക്കല്ലായി, ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ആദ്യത്തെ ചുവടുവെപ്പായി. സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവെക്കുക. ഇത് ചരിത്രപഠനത്തിലുള്ള ഒരു വീഡിയോ ആയി മാത്രം പരിഗണിക്കുക എന്ന് ആദ്യമേ പറയട്ടെ. സ്വാതന്ത്ര്യ സമരത്തിൽ RSSന്റെ പങ്ക് എന്നത് ഒരു വിവാദ വിഷയമാണ്. ഹെഡ്ഗേവാർ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി ജയിൽവാസം അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. എന്നിട്ടും RSS നേരിട്ടുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ നിന്ന് മാറി നിന്നു. ഹിന്ദു സമൂഹത്തിന്റെ ശാക്തീകരണത്തിനും ഹിന്ദു ദേശീയ ബോധത്തിന്റെ വളർച്ചയ്ക്കും മുൻഗണന നൽകി. മഹാത്മാഗാന്ധിയുടെ അഹിംസാവാദവുമായി RSSന്റെ ദർശനം പലപ്പോഴും ഏറ്റുമുട്ടി. ഇത് അവർക്കെതിരെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം സാധു സമരത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിന്നത്? ഈ ചോദ്യം RSSന്റെ ചരിത്രത്തിന്റെ താളുകളിൽ ഇന്നും ഒരു കറുത്ത നിഴലായി തന്നെ നിലനിൽക്കുന്നു. RSSന്റെ ആശയങ്ങളുടെ കാതൽ ഹിന്ദുത്വ എന്ന ഒറ്റ വാക്കിൽ അടങ്ങിയിരിക്കുന്നു. ഹിന്ദുത്വ എന്നത് ഒരു മതത്തിന്റെ പേര് മാത്രമല്ല എന്നാണ് അവർ പറയുന്നത്, മറിച്ച് ഭാരതത്തിന്റെ സാംസ്കാരിക, ചരിത്രപര, ആത്മീയ പൈതൃകത്തിന്റെ ഒരു സമന്വയമാണ് എന്നാണ്. പക്ഷേ പ്രവർത്തനങ്ങളും ചരിത്രത്തിലും ചിലപ്പോൾ വ്യത്യസ്തമായി തോന്നിയേക്കാം. വിനായക് ദാമോദർദാസ് സവർക്കർ തന്റെ ഹിന്ദുത്വ ഹൂ ഈസ് എ ഹിന്ദു എന്ന കൃതിയിൽ ഈ ആശയത്തെ വിശദീകരിക്കുന്നുണ്ട്. ഹിന്ദുത്വ എന്നത് ഒരു ജീവനോപാധിയാണ്, ഭാരതത്തിന്റെ ആത്മാവിന്റെ പ്രതിഫലനമാണ്. RSS ഭാരതത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായി വിഭാവനം ചെയ്യുന്നു. ഇവിടെ ഹിന്ദു എന്നത് ഒരു മതത്തിന്റെ അടയാളം മാത്രമല്ല, ഒരു സാംസ്കാരിക ഐഡന്റിറ്റി എന്നവർ പറഞ്ഞു വെക്കുന്നു. RSSന്റെ ആശയങ്ങൾ ഒരു മഹാവൃക്ഷത്തിന്റെ വേരുകൾ പോലെയാണ്. അവ അതിന്റെ ലക്ഷ്യങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. ദേശീയൈക്യം, മതം, ജാതി, ഭാഷ എന്നിവയ്ക്കപ്പുറം എല്ലാ ഭാരതീയരും ഒരു ഹിന്ദു ഐഡന്റിറ്റിയിൽ ഒന്നിക്കണമെന്നാണ് RSSന്റെ സ്വപ്നം എന്നവർ പറയുന്നു. ഹിന്ദു സംസ്കാരം, പൈതൃകം, മൂല്യങ്ങൾ എന്നിവ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക, സ്വദേശി വിദേശ സ്വാധീനങ്ങളെ എതിർത്ത് ഭാരതീയ സംസ്കാരവും ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നതും ഇവരുടെ ആശയങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ഈ ആശയങ്ങൾക്കിടയിൽ വൈരുദ്ധ്യങ്ങളുടെ നിഴലുകളും ഒരുപാട് കാണാൻ കഴിയും. ബഞ്ചസ് ഓഫ് തോട്ട്സ് എന്ന ഗോൾവാൾക്കറിന്റെ കൃതിയിൽ മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളെ ആഭ്യന്തര ശത്രുക്കളെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ദേശീയ ഐക്യത്തിന്റെ വാദികളായ RSS എങ്ങനെയാണ് മുഴുവൻ മതവിഭാഗങ്ങളെയും ശത്രുക്കളായി കാണുന്നത് എന്ന ചോദ്യം അവരുടെ ആശയങ്ങളുടെ വിശാലതയെ ചോദ്യം ചെയ്യുന്നു. മുഴുവൻ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന സ്വപ്നം ചില വിഭാഗങ്ങളെ ഒഴിവാക്കുന്നതിലൂടെ എങ്ങനെ പൂർണ്ണമാകും എന്ന ചോദ്യവും പ്രസക്തമാണ്. ഈ വൈരുദ്ധ്യം RSSന്റെ ദർശനത്തിന്റെ ഒരു മുഖ്യ വെല്ലുവിളിയാണ്. ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ RSSന്റെ സ്ഥാപകനും ആദ്യത്തെ സർസംഘ് ചാലകും. ഒരു സ്വാതന്ത്ര്യ സേനാനിയുടെ തീഷ്ണതയോടെ ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കാൻ അദ്ദേഹം സ്വപ്നം കണ്ടു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ പോരാടി ജയിൽവാസം അനുഭവിച്ച അദ്ദേഹം RSSന്റെ വിത്ത് പാകി. അതൊരു മഹാവൃക്ഷമായി വളരുമെന്ന ദീർഘവീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാധവ് സദാശിവ് ഗോൾവാൾക്കർ, ഗുരുജി എന്നറിയപ്പെട്ട ഈ മനുഷ്യൻ 1940 മുതൽ 1973 വരെ RSS നയിച്ചു. അദ്ദേഹത്തിന്റെ ബഞ്ചസ് ഓഫ് തോട്ട്സ് എന്ന കൃതി RSSന്റെ ആശയങ്ങളുടെ ഒരു പ്രകാശഗോപുരമാണ്. എന്നാൽ അതിലെ വാക്കുകൾ മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളെ ശത്രുക്കളാക്കി ചിത്രീകരിക്കുന്നവ വിവാദങ്ങളുടെ തീജ്വാലകൾക്ക് കാരണമായി. ഗോൾവാൾക്കറിന്റെ നേതൃത്വത്തിൽ RSS ഒരു ദേശവ്യാപക പ്രസ്ഥാനമായി വളർന്നു. എന്നാൽ അതിൽ വിഭാഗീയതയുടെ ആരോപണങ്ങളും അക്കാലങ്ങളിൽ വളരെ ശക്തമായി. സംഘപരിവാർ എന്നറിയപ്പെടുന്ന അനുബന്ധ സംഘടനകൾ RSSന്റെ പ്രവർത്തനങ്ങളുടെ മുഖ്യ ശക്തിയാണ്. ഭാരതീയ ജനതാ പാർട്ടി RSSന്റെ രാഷ്ട്രീയ മുഖമാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദുമതത്തിന്റെ പ്രചാരണത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് യുവാക്കളിൽ ദേശീയവാദം വളർത്തുന്നു. വാലും തലയുമില്ലാത്ത ഒരുപാട് സംഘടനകൾ വേറെയുമുണ്ട്. ഇതിൽ തന്നെ പലതരം അവ്യക്തതകൾ നമുക്ക് കാണാൻ സാധിക്കും. RSSന്റെ ശാഖകൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വേര് പടർത്തിയിരിക്കുന്നു. 2025 കണക്കുകൾ പ്രകാരം 73,000-ലധികം ശാഖകൾ RSSനുണ്ട്. എന്നാൽ ഈ ശാഖകൾ പലപ്പോഴും സവർണ ജാതികളുടെ ആചാരങ്ങളുടെയും വിചാരധാരകളുടെയും പ്രതിഫലനമാകുന്നുവെന്ന വിമർശനം ശക്തമാണ്. ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ശാഖകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവരുടെ സാംസ്കാരിക ഐഡന്റിറ്റിയോ സാമൂഹിക പ്രശ്നങ്ങളോ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു.
RSSന്റെ യാത്ര എപ്പോഴും സുഗമമായിരുന്നില്ല. അതിന്റെ ചരിത്രത്തിൽ വിവാദങ്ങളുടെ തീജ്വാലകൾ ഒരുപാട് ഉയർന്നു വന്നിട്ടുണ്ട്. അവ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. മഹാത്മാഗാന്ധിയെ വധിച്ച നാഥൂറാം ഗോഡ്സെ RSSന്റെ അംഗമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ ദുരന്ത സംഭവം RSSനെ 1948 നിരോധിക്കപ്പെടാൻ കാരണമായി. RSS ഗോഡ്സെയുമായി ബന്ധം വിച്ഛേദിച്ചിരുന്നുവെന്നും ഈ കുറ്റകൃത്യങ്ങളിൽ അവർക്ക് പങ്കില്ലെന്നും അവർ വാദിച്ചു. സത്യകഥ എന്തെന്നാൽ അംഗങ്ങളുടെ രജിസ്ട്രേഷനോ മെമ്പർഷിപ്പോ ഒന്നും തന്നെ RS പിന്തുടരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിയമപരമായി ഒരാൾ RSകാരനാണെന്ന് തെളിയിക്കുക ബുദ്ധിമുട്ട് തന്നെയാണ്. 1949 നിരോധനം നീക്കപ്പെട്ടെങ്കിലും ഈ സംഭവം RSSന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത പാടായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അയോധ്യയിലെ ബാബറി മസ്ജിദിന്റെ തകർക്കൽ RSSനും അതിന്റെ അനുബന്ധ സംഘടനകളായ VHPക്കും ബജറംഗ് ദളിനുമെതിരെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഈ സംഭവം രാജ്യത്ത് കലാപങ്ങൾക്ക് കാരണമായി. RSSന്റെ ഹിന്ദുത്വ അജണ്ട വിഭാഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന ആരോപണം ശക്തമായി. ബഞ്ചസ് ഓഫ് തോട്ട്സ് എന്ന പുസ്തകത്തിൽ മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളെ ആഭ്യന്തര ശത്രുക്കളായി വിശേഷിപ്പിച്ചത് RSSന്റെ ദേശീയ ഐക്യം എന്ന ആശയത്തിന് വിരുദ്ധമായിരുന്നു. ഈ നിലപാട് അവിടെ ഉൾക്കൊള്ളുന്ന ദർശനത്തെ നിഴലിൽ നിർത്തുന്നു. RSSന്റെ പ്രവർത്തനങ്ങൾ സവർണ ജാതികളുടെ ആചാരങ്ങളുടെയും വിചാരധാരകളുടെയും മാത്രം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വിമർശനം വളരെ ശക്തമാണ്. ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പ്രശ്നങ്ങൾ, അവരുടെ സാംസ്കാരിക ഐഡന്റിറ്റി ഇവ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. അതുപോലെ തന്നെ RSSന്റെ സർസംഘചാലന്മാരെല്ലാം തന്നെ സവർണ ജാതിയിൽപ്പെട്ടവരായിരുന്നു. RSSന്റെ ഘടന ഒരു നിഗൂഢതയുടെ മൂട്ടുപടത്തിന് കീഴിലാണ്. RSSന് ഔപചാരികമായ അംഗത്വ രജിസ്റ്ററുകളോ വ്യക്തമായ രേഖകളോ ബുക്കുകളോ ഒന്നും തന്നെയില്ല. സ്വയം സേവകർ എന്നത് ഒരു ആശയപരമായ ബന്ധമാണ്. എന്നാൽ ഇത് സംഘടനയുടെ വലുപ്പവും സ്വാധീനവും പ്രവർത്തനങ്ങളും അളക്കുന്നത് ബുദ്ധിമുട്ടിലാകുന്നു. RSSന്റെ ആശയങ്ങൾ ഉൾക്കുന്ന പുസ്തകങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ഹിന്ദുത്വ, ഹുയിസ ഹിന്ദു. വിനായക് ദാമോദർ സവർക്കർ എഴുതിയ ഈ പുസ്തകം ഹിന്ദുത്വയെ ഭാരതത്തിന്റെ ആത്മാവായി നിർവചിക്കുന്നു. RSSന്റെ ദർശനത്തിന്റെ അടിത്തറയാണ് ഈ കൃതി. എന്നാൽ ഇത് സവർണ കേന്ദ്രീകൃതമായ ഒരു ഹിന്ദുത്വ ദർശനമാണ് എന്ന വിമർശനം നേടുന്നുണ്ട്. ബഞ്ചസ് ഓഫ് തോട്ട്സ്. MS ഗോവാൾക്കർ എഴുതിയ ഈ പുസ്തകം RSSന്റെ ആശയങ്ങളുടെ ഒരു സമാഹാരമാണ്. എന്നാൽ ആഭ്യന്തര ശത്രുക്കൾ എന്ന വിവാദപരമായ പ്രയോഗം അതിന്റെ പ്രതാപത്തിന് മങ്ങലേൽപ്പിച്ചു. വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈൻഡ്. MS ഗോൾവാൾക്കറിന്റെ ഈ കൃതി ഭാരതത്തിന്റെ ദേശീയ ഐഡന്റിറ്റി ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കുന്നു. എന്നാൽ ഇതും സവർണ കേന്ദ്രീകൃതമാണ് എന്ന വിലയിരുത്തൽ നടത്തേണ്ടി വരും. RSS ഹിന്ദു ഐക്യത്തിന്റെ വക്താക്കളാണെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അവരുടെ നേതൃത്വത്തിന്റെ ജാതിഘടന ഈ ലക്ഷ്യത്തിന്റെ ഉൾക്കൊള്ളിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. മോഹൻ ഭാഗവത് 2011 ഒരു ആന്തരിക യോഗത്തിൽ ജാതി വ്യവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നും അത് സമൂഹം വിശ്വസിക്കുന്നിടത്തോളം കാലം നിലനിൽക്കുമെന്നും പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ജാതി വിവേചനത്തിനെതിരെ സംസാരിക്കുകയും ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി സവർണ മനോഭാവമുള്ള മനുഷ്യരാണ് RSSന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഹിന്ദു ഐക്യം എപ്പോഴും മുഖംമൂടിയായി മാറിപ്പോകുന്നു. നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ രാജ്യങ്ങളിലൊന്നാണ്. ഒരുപാട് പ്രത്യേകകരമായ സവിശേഷതകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഒട്ടനവധി ഭാഷകൾ, അതിനേക്കാളേറെ സംസ്കാരങ്ങൾ, വ്യത്യസ്തങ്ങളായ ജീവിത രീതി, ഒരേ മതങ്ങൾ തന്നെ തീർത്തും വ്യത്യസ്തങ്ങളായ, ഒരുപക്ഷെ അത്ഭുതം തോന്നുന്ന വിപരീതങ്ങളായ ആചാരങ്ങളും ആഘോഷങ്ങളും രീതികളും പിന്തുടരുന്ന ഒരിടം. അതാണ് നമ്മുടെ രാജ്യം. വ്യത്യസ്തതകളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കാതൽ. ആ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഒരുമ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പക്ഷേ RSS ഒരു ഏകശിലാത്മകമായ ഹിന്ദുത്വ ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ദൗർഭാഗ്യവശാൽ അത് സവർണരുടെ ആശയങ്ങൾ മാത്രമാണ്. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിന്തകളും മാത്രമാണ്. സവർണ ആചാരങ്ങളെക്കാൾ ഉപരി ഉത്തരേന്ത്യൻ ഹിന്ദു മേഖലകളിലുള്ള സവർണ ആശയങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും ബാക്കിയുള്ള ഹിന്ദുക്കളെ കൂടി കൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇതൊരു വിമർശനമായി തന്നെ നിലനിൽക്കുന്നു. അത് കാലാകാലങ്ങളായി രൂപപ്പെട്ട മനുഷ്യരുടെ സ്വത്വത്തെയും ആത്മാഭിമാനത്തെയും മുറിവേൽപ്പിക്കുന്നു. അവരുടെ ഭാഷയെയും സ്വത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹിന്ദു ഐക്യം, ഒരു ഇന്ത്യ എന്ന ആശയം വെറും മുഖംമൂടിയാണ് എന്ന് വിമർശിക്കപ്പെടുന്നു. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനായി അന്യമത വിദ്വേഷം ഒളിഞ്ഞും തെളിഞ്ഞും RSSും അവരുടെ രാഷ്ട്രീയ മുഖമായ BJPയും നടത്തുന്നു എന്നതാണ് ഏറ്റവും തീക്ഷ്ണമായ വിമർശനങ്ങളായി നിലനിൽക്കുന്നത്. ജാതിമത ഭേദമന്യേയുള്ള ഒരു ഹിന്ദു ഐക്യരാഷ്ട്രം വിഭാവനം ചെയ്യുകയാണ് എന്ന് പറയുകയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നത് പലരുടെയും വിമർശനങ്ങൾക്ക് കാരണമാകുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു സംഘടന മാത്രമല്ല, ഒരു ആശയമാണ്, ഒരു പ്രസ്ഥാനമാണ്, ഒരു സ്വപ്നമാണ്. ഹിന്ദുത്വ ദർശനത്തിലൂടെ ഭാരതത്തെ ഒരു ശക്തവും ഐക്യവുമുള്ള രാഷ്ട്രമാക്കാൻ അവർ ലക്ഷ്യമിടുന്നു. എന്നാൽ ഈ ദർശനം വൈദ്യങ്ങളുടെ നിഴലുകളാൽ മങ്ങിയിരിക്കുന്നു. സവർണ കേന്ദ്രീകൃത ആശയങ്ങൾ, മതവിഭാഗങ്ങളെ ശത്രുക്കളായി കാണുന്ന നിലപാട്, താഴ്ന്ന ജാതികളുടെ പ്രശ്നങ്ങൾ അവഗണിക്കുന്നത്, സുതാര്യതയുടെ അഭാവം, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നത്? ഒരു സാംസ്കാരിക ഉണർവിന്റെ പ്രതീകമോ അതോ വിഭാഗീയതയുടെ ഒരു ശക്തിയോ? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. നിങ്ങളുടെ വലിയ സമയത്തിന് നന്ദി. ഇനിയും ഇത്തരം വിവരവും ചിന്തോദ്ദീപകവുമായ വീഡിയോകൾക്കായി കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് വീണ്ടും കാണാം.